പാട്ട് തീരുന്നതിന് മുമ്പ് നമുക്കൊരു കല്യാണി രാഗം വായിച്ചിട്ട് വരാം. നീ അവളുടെ പാട്ട് കേട്ടിരിക്കും. ഞങ്ങളെ ഒരു രണ്ടു ശ്രുതി കേട്ടിട്ട് വരാം. ഇന്ന് ആദ്യത്തെ കണ്ടസ്റ്റന്റ് തമിഴ്നാടിന്റെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന ഊട്ടിയിൽ നിന്നും വന്ന സംഗീത പ്രതിഭയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു മിസ് നൈല. Oh Naila, nice dress and you look so beautiful. Thank you so much. Okay, ഏത് പാട്ടാണ് നൈല പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്ന ഈ ഗാനം ഒരു പക്ഷേ പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്നത് ഈ വേദിയിലായിരിക്കും. ഇതിന്റെ ആദ്യ ശ്രോതാക്കൾ ഈ പരിപാടിയുടെ പ്രേക്ഷകരുമായിരിക്കും. ഇത് സ്വന്തം സൃഷ്ടിയാണോ? അത് ഞാൻ പാടിക്കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ സസ്പെൻസ്. എന്തായാലും നമുക്ക് വേണ്ടി പാടുകയും പാടിന് ശേഷം സസ്പെൻസ് പറയുകയും ചെയ്യും. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഇനി പാടും മധുമൊഴി ഹൃദയമൊരുകിയ ഗാനം. ഇനി പാടും മധുമൊഴി ഹൃദയമൊരുകിയ ഗാനം. ഈ പാട്ട് സത്യാവതിയിലെ ഓർമ്മ പെരുമഴ ആരോടോ മൊഴിയും കിളിയുടെ ആദരനാദം പോലെ പാടൂ.
നന്നായി പാടി. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. നമുക്ക് നേരെ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നൈല, നന്നായി പാടി. താങ്ക് യു മാം. ഓക്കെ, ബ്രില്യൻ കോമ്പോസിഷൻ, അതിന് ചേർന്ന ഭംഗിയായ വരികൾ, അത് മാത്രമല്ല നൈലയുടെ സ്റ്റേജ് അപ്പിയറൻസ് റിയലി ഗ്രേറ്റ്. താങ്ക് യു സർ. ഇതിന്റെ വരികൾ എൻ്റെ ഗ്രാൻഡ്മ എഴുതിയതാണ്. 30 കൊല്ലം മുമ്പ് എഴുതിയ ഈ വരികൾക്ക് സംഗീതം ചെയ്തു തന്നത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ എൻ്റെ എല്ലാമായ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്ത് റെയിൻബോ. എനിക്കിവിടെ കുറച്ചെങ്കിലും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ റെയിൻബോയ്ക്കുള്ളതാണ്. താങ്ക് യു റെയിൻബോ, താങ്ക് യു സോ മച്ച്. ഓക്കെ വ്യൂവേഴ്സ്, ഈ മനോഹരമായ കമ്പോസിഷൻ ഒരുക്കിയ നൈലയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായ അജ്ഞാതനായ റെയിൻബോയ്ക്കായി നൈലയുടെ കൈയ്യടി കൊടുക്കാം പ്ലീസ്. ശ്രുതിയൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ സർ. ഇതിനെന്ത് പറ്റി? ഹലോ, ഓ അത് ശരി, നമ്മളെ വിട്ട് തനിച്ച് ഇതായിരുന്നല്ലേ പരിപാടി. അവളോട് ചെറിയൊരു ആരാധന തനിക്കും തോന്നി തുടങ്ങിയല്ലേ? ചെറിയ തരത്തിലല്ലടാ, വലിയ തരത്തിൽ. അതിപ്പോ ആരാധനയൊന്നുമല്ല, ഒരു തരം അംഗീകരിക്കൽ. അല്ലടാ, അവള് നന്നായി പാടി. നമ്മോട് അവൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഇനി അഥവാ ശത്രുവാണെങ്കിൽ പോലും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നന്നായതിനെ നല്ലതെന്ന് പറയണ്ടേ മച്ചാ? അങ്ങനെ അവളുടെ മുന്നിൽ ഇവനും പ്ലാൻ. നടക്ക് റെക്കോർഡിങ്ങോ ഏതായാലും നടന്നില്ല. ഇനി നമുക്ക് കമ്പോസിംഗ് എങ്കിലും ഫിനിഷ് ചെയ്യാം. എന്നാലും എന്റെ മച്ചാ നീ. ഡിയർ റെയിൻബോ, ഞാൻ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. നീ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇന്ന് നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എങ്ങനെയെന്ന് നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? വേണ്ട, ഞാനായിട്ടത് പറയുന്നില്ല. ആകട്ടെ, നീ പറയുന്നത് പോലെ തന്നെ സമയമാകട്ടെ. ഞാൻ ഇന്നലെ സുന്ദരമായ ഒരു സ്വപ്നം കണ്ടു. നീ വലിയൊരു സദസ്സിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നത്. അത് നീ അന്ന് എന്നോട് പറഞ്ഞ കറുപ്പും വെള്ളയും നിറമുള്ള ഫ്രോക്കായിരുന്നു നിന്റെ വേഷം. എൻ്റെ ഗ്രാൻഡ്മ പറയാറുണ്ട് എൻ്റെ ഗ്രാൻഡ്പയെ കുറിച്ച്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ദിവ്യജ്ഞാനം പോലെ പ്രവചിക്കുമെന്ന്. എനിക്ക് ദിവ്യജ്ഞാനം ഉണ്ടെന്നാണോ പറയുന്നത്? കലാകാരന്മാർ ദൈവത്തിന്റെ പരിച്ഛേദങ്ങളാണെന്നാണല്ലോ പറയാറ്. അപ്പൊ ചില കാര്യങ്ങൾ അറിയാനും മതി. നീ പറ. പറഞ്ഞു. അമ്മ പറ. പറയേ. മനു, ആ, നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുക കുട്ടികള്. എന്ത് കാര്യം? കുറെ നേരം ആയല്ലോ, എന്നാ പിന്നെ പറഞ്ഞൂടെ? കാര്യം ഞാൻ പറയാം. ഇന്റർസോൺ ഫെസ്റ്റിവൽ വരികയാണ്. കോളേജ് തലത്തിൽ ഇവക്ക് എ ഗ്രേഡ് ഉണ്ട്. അതിന് അതുകൊണ്ട് ഇന്റർസോണിൽ നല്ല ടഫ് മത്സരമായിരിക്കും. ഊട്ടി മ്യൂസിക് കോളേജിൽ നൈല എന്നൊരു കുട്ടിയുണ്ട്. 2-3 ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോ ഒരു TV ഷോയിലും പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു നെകളിപ്പ് തണ്ടു അവക്ക്. ഇത്തവണ എന്തായാലും അവളെ ഞങ്ങൾക്ക് തറ പറ്റിക്കണം. ഓ, അപ്പൊ അതാ കേസ്. കുട്ടി അവളെ പാടി തോപ്പിക്കാൻ പോന്നല്ലേ? അതെ, ഇവളാണ് ശ്രുതി. ചേട്ടൻ വലിയ സംഗീതജ്ഞനായി നടക്കുകയല്ലേ, നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് തരണം. അവളൊന്ന് തോൽക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ എന്തു പക്ഷേ പാടുന്ന ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ആവരുത്. തനിക്ക് ജയിക്കാൻ വേണ്ടി പാടണം. അപ്പോഴേ ലക്ഷ്യത്തിലെത്തൂ.
പിന്നെ ആ കുട്ടിക്ക് ഇത്തിരി ഹെഡ് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ശബ്ദം അതറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം അവൾക്ക്. പാട്ടിയന്തരം നന്നായി പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സാർ. സാറോ? ഇവളും നിങ്ങളും ഒക്കെ എനിക്ക് ഒരേപോലെയാണ്. ഏട്ടാന്ന് വിളിച്ചാൽ മതി.